നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളും ജയരാമനും കൂടി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാ അവള് മാധുരിയെ കൊന്നത്. അല്ല, എന്റെ അമ്മ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടിയത് ഞാനത് കണ്ടു നിന്നവളാ. മിണ്ടിപ്പോവരുത്. പെറ്റമ്മയെ കൊന്നവൾക്ക് വേണ്ടി വാദിക്കുന്നു. ഡിമാൻഡുകളെല്ലാം കാണിച്ച് ഒരാഴ്ച മുന്നേ നോട്ടീസ് കൊടുത്തതാ. നോട്ടീസ് തന്നതാ? അത് ഞാൻ ജഗദീഷ് സാറിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. തൊഴിലാളികളെല്ലാം പട്ടിണിയില്ല. ദേ കണ്ടോ, അവശയായി കിടക്കുന്ന കണ്ടോ. മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തയ്യാറായ കിടപ്പ്. ആദ്യം ശമ്പള കുടിശ്ശിക മുഴുവൻ തന്നു തീർക്കും. ആ ഡിമാൻഡ് ന്യായമാണ്. കമ്പനി ഇപ്പോ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഒരു മാസത്തിനകം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും. അതുവരെ മാത്രം നിങ്ങൾ കുറച്ച് സമയം തരണം. സാധ്യമല്ല. ഒന്ന് ഞാനൊന്ന് പറയട്ടെ. അതൊന്നും നടക്കില്ല. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എന്റെ കുഞ്ഞിനെ അവരെങ്ങോട്ടോ കൊണ്ടുപോയത്. മോളെ, വല്യമ്മ, എന്റെ കുഞ്ഞ്. നിന്റെ കുഞ്ഞെന്ന് പറഞ്ഞാല് എന്റെ പേരക്കുട്ടിയല്ലേ? എന്താ മോളെ ഇങ്ങനെ? അമ്മമാര് മക്കളെ വഴക്ക് പറയില്ലേ? അത് സ്നേഹം കിട്ടാത്തതിന്റെ വഴക്ക. എന്റെ പൊന്നു മോള് വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. വാ വല്യമ്മ. മോൾക്കൊരു കൂട്ടം വല്യമ്മ കാണിച്ചു തരാം. മോളിരിക്ക്. ഇത് ഓർമ്മകളുടെ ഒരു പുസ്തകം. ഇതൊരു ആൽബം അല്ലേ? ആൽബം ഉണ്ടാക്കി സൂക്ഷിക്കുന്ന എന്തിനാ? ഓർക്കാനും കാണാനുമാ. പഴയതെല്ലാം ഓർക്കാൻ. ഇതേ പണ്ടത്തെ ഒരു ഫോട്ടോയാ. ഇത് അച്ഛൻ, ഇത് ഞങ്ങളുടെ അമ്മ. ഇത് ഞങ്ങൾ 3 പേരും. രാമേട്ടൻ, ഞാൻ, പിന്നെ നിന്റെ അമ്മ മാധുരിയും. എന്ത് സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ കുടുംബം. തകർത്ത് കളഞ്ഞില്ലേ എല്ലാം ആ ചെമ്പകമംഗലംകാര്. രാമേട്ടൻ ആ ചെമ്പകമംഗലത്തുനിന്ന് ഒരു കല്യാണം കഴിച്ചതോടെയാ എല്ലാത്തിന്റെയും തുടക്കം. ഏട്ടന്റെ ഭാര്യ വീടല്ലേന്ന് കരുതി മാധുരി ചെമ്പകമംഗലത്ത് ഇടയ്ക്ക് പോകാനും വരാനും തുടങ്ങി. മാധുരി കോളേജില് ജയറാമിന്റെ ജൂനിയർ ആയിരുന്നു. ആ പരിചയം ജയറാം മുതലെടുത്തു.
ജയരാമൻ പണ്ടേ കുഴപ്പക്കാരനായിരുന്നു. അയാൾ മാധുരിയെ വശീകരിച്ച് കയ്യിലെടുത്തു. ഭർത്താവിന്റെ ദുർനടപ്പുകൾക്ക് ആ നന്ദിനി എന്ന് പറയുന്നവള് കൂട്ടുനിന്നു. അതിന് കാരണമുണ്ട്. അവള് കഴിവ് കെട്ടവളാ. കുട്ടികളുണ്ടാവില്ല. എന്തിനേറെ പറയുന്നു, ജയരാമൻ മാധുരിയും കൊണ്ട് മാറി താമസിക്കുകയും നന്ദിനിയുമായുള്ള ബന്ധം തുടരുകയും ചെയ്തു. അങ്ങനെയൊന്നും അല്ല. ദൈവം ഒന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിനും ഉത്തരവാദി എന്റെ അമ്മയാ. അമ്മയാ തെറ്റ് ചെയ്തത്. മിണ്ടരുത്. അവളെ ആ നന്ദിനിയെ നീ ന്യായീകരിക്കുന്നോ? അവളും ജയരാമനും കൂടി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാ അവള് മാധുരിയെ കൊന്നത്. അല്ല, എന്റെ അമ്മ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടിയത് ഞാനത് കണ്ടു നിന്നവളാ. മിണ്ടിപ്പോവരുത്. പെറ്റമ്മയെ കൊന്നവൾക്ക് വേണ്ടി വാദിക്കുന്നോ? മാഡം, മാഡം പറഞ്ഞതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പോട്ടെ മോളെ. മാധുരിയുടെ കാര്യം പറയുമ്പോ ഞാനിങ്ങനെ മെന്റലാവും, ചിലപ്പോ വയലന്റും ആവും. മോളതൊന്നും മനസ്സിലെടുക്കണ്ട. വാ. എന്താ അമ്മേ, അമ്മയ്ക്ക് ഇത്രയേറെ ടെൻഷൻ? ടെൻഷൻ അല്ലാതെ ഇവിടെ എനിക്ക് എന്ത് സമാധാനമുള്ളത്? പ്രശ്നങ്ങളോട് പ്രശ്നങ്ങള്. ഒന്ന് തീർന്നാ മറ്റൊന്ന്, അത് തീർന്നാ വേറൊന്ന്. ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിലെ സമരം മുറുകുകയാ. ജഗദീഷിന് ഒരു സമാധാനവും ഇല്ല. അവനാകെ കുഴപ്പത്തിലുവാ. അല്ല, പേടിക്കാനില്ല. ഷൺമുഖനുമായിട്ടുള്ള ഡീല് വളരെ വേഗം നടന്ന ഫണ്ടിങ് വരുമല്ലോ. അതെടുത്ത് നമുക്ക് ടെക്സ്റ്റൈൽസിലെ പ്രശ്നം പരിഹരിക്കാം, അല്ലേ? സാവിത്രി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ലമ്മേ. ആ ഫണ്ട് എടുത്ത് നമുക്ക് ടെക്സ്റ്റൈൽസിലെ പ്രശ്നം പരിഹരിക്കാം. ആ, അത് സാരമില്ല. അമ്മ വിഷമിക്കണ്ട. അതല്ല, എന്നോട് പറയാതെ പോകുന്നതല്ല കൈമളേട്ട. ഇതെവിടെ പോയതായിരിക്കും? ഒരു ദിവസം കഴിഞ്ഞില്ലേ ഇപ്പോ? അല്ല, ഏതമ്പലത്തിലേക്ക് പോകുന്നെന്നാ മോളെ കൈമളേട്ട നിന്നോട് പറഞ്ഞത്? അല്ല, അങ്ങനൊന്നും പറഞ്ഞില്ലമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.